ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു മൈനസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി ആനന്ദു. എടാ മക്കളെ, 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. സോ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് മക്കളെ വന്നിരിക്കുന്നത്. സോ പുതിയൊരു പ്ലേലിസ്റ്റ് കൂടെ തയ്യാറാക്കുകയാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2025. സോ അത് നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ലാബിൻ്റെ ക്വസ്റ്റ്യൻസ്, ലാബിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് മക്കൾ. വളരെ സന്തോഷം. കുറേ കുട്ടികൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ ലാബിൻ്റെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പോയി എക്സാം എഴുതിയതിന് ശേഷം അത് എളുപ്പമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ സ്നേഹമൊക്കെയാണ് മക്കളെ ഏറ്റവും സന്തോഷം നൽകുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി പനിയായിട്ട് കിടക്കുമ്പോൾ പോലും വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ്. സോ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാകണം. മാക്സിമം ഷെയർ ചെയ്യുക മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. എക്സാം വരെ നമുക്ക് തകർത്ത് ഒരുമിച്ച് മുന്നേറാം. മാത്സിൻ്റെ കാര്യത്തിന് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരുക. മാത്സ് എല്ലാം സെറ്റാക്കി തരാം. അത് പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും മാക്സിമം ട്രിക്കോടുകൂടി വളരെ എളുപ്പം ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അതെൻ്റെ ഉറപ്പാണ് മക്കളെ. സോ 2025 പ്രാക്ടിക്കൽ എക്സാമിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം മക്കളെ. ഇവിടെ പ്രത്യേകത 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോന്നിനും 10 മാർക്കാണ്. 10 മാർക്ക് എന്ന് പറയുമ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 8 മാർക്കേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതിനകത്ത് 8 നിങ്ങൾ എഴുതിയാൽ മതി. 8 മാർക്കിനുള്ളത് എഴുതിയാൽ മതി. സോ 8 × 4 ആണല്ലോ 32. അപ്പോൾ 6 4 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് കാണും, അതിനകത്ത് 4 എഴുതിയാൽ മതി. സോ 4 ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും 10 മാർക്ക് വീതം ഉണ്ട്. പക്ഷേ അതിനകത്ത് 8 മാർക്കിന് എഴുതിയാൽ മതി. ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. യു ഗെറ്റ് മാക്സിമം 8 സ്കോർസ് ഫ്രം ഈച്ച്. അങ്ങനെ 32 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് ഇയർ യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലെയും ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി, ജിയോജിബ്ര ആപ്ലെറ്റ് വേണ്ടതിന് തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ പുതിയ ഫ്രഷ് ജിയോജിബ്ര വിൻഡോസ് എടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ സ്റ്റെപ്പ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതണം. റഫ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് വരയ്ക്കണം. യു ആർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് എനി സോഫ്റ്റ്വെയർ അതർ ദാൻ ജിയോജിബ്ര ഓർ എനി അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കാൽക്കുലേറ്റേഴ്സ്. അപ്പോൾ കാൽക്കുലേറ്റർ ഒന്നും എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് പുതിയ റൂൾ അനുസരിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ മക്കളെ നമുക്ക് ഫസ്റ്റ് ലാബ് തന്നെ നമുക്ക് നോക്കാം. ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഇയറിലെ ലാബാണ്. കണ്ടല്ലോ, 3, 2, 5, 2, 7, 3 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. 3, 2, 5, 2, 7, 3 10 മാർക്ക്. 3 കണ്ടല്ലോ, 2, 5, 2, 7, 3 10 മാർക്ക്. ഇതിനകത്ത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ മക്കളെ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ദ ആൻഡ് കൺസ്ട്രക്ട് ജിയോജിബ്ര ആപ്ലെറ്റ്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. മക്കളെ മനസ്സിലായ കുട്ടികൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ എടുത്ത് ചെയ്തു തുടങ്ങിക്കോ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ഇൻപുട്ട് f of x = x². സോ നമ്മുടെ ജിയോജിബ്ര ആപ്ലെറ്റ് നിർമ്മിക്കാനായിട്ട് ഓപ്പൺ ആക്കുക. x² എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. സോ x² ടൈപ്പ് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് അല്ലേ. x² ടൈപ്പ് ചെയ്ത് കൊടുത്തു. ക്രിയേറ്റ് എ സ്ലൈഡർ. മിനിമം -5 മാക്സിമം 5 ഇൻക്രിമെന്റ് 0.1. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. മിനിമം -5, ഓക്കെ, 0.1. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? പ്ലോട്ട് ദ പോയിന്റ്. ഈ പോയിന്റ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. A ഇത് കോപ്പി. ഇതുപോലെയും ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലോട്ട് ചെയ്തു. A പ്ലോട്ട് ചെയ്തു. അടുത്ത ബി കോപ്പി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക. Ctrl+C അടിക്കുക. ഇവിടെ കൊണ്ടുവന്ന് Ctrl+V അടിക്കുക. സോ എൻ്റർ അടിക്കുക. സോ B പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് C അടിക്കുക അല്ലേ. C ഇതേപോലെ കോപ്പി ചെയ്തു. Ctrl+C ഇവിടെ കൊണ്ടുവന്ന് Ctrl+V. 3 പ്ലോട്ട് ചെയ്തു. ഓക്കെ, ABC 3 വന്നല്ലോ മക്കളെ. ഓക്കെ, 3 വന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡ്രോ ദി ലൈൻ സെഗ്മെന്റ് AB ആൻഡ് BC. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ലാബിനകത്ത് ചെയ്യണം. അതേപോലെ തന്നെ അത് തന്നെയാണ് ഇത്തവണയും ചോദിക്കുന്നത് കേട്ടോ. ലൈൻ സെഗ്മെന്റ് എടുക്കുക. ലൈൻ സെഗ്മെന്റ് ടൂൾ എടുക്കുക. AB മക്കളെ, AB പിന്നെ BC തമ്മിൽ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് മക്കളെ? ലൈൻ സെഗ്മെന്റ് ടൂൾ ഇവിടുന്ന് എടുക്കുക. ലൈൻ സെഗ്മെന്റ് ടൂൾ ഇവിടുന്ന് എടുത്തിട്ട് Aയും Bയും C തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്ത അതേ മെത്തേഡ് തന്നെ. കണ്ടല്ലോ മക്കളെ, Aയും Bയും C തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ബാക്കി നോക്കാം.
ഓക്കെ, നമ്മൾ ലൈൻ സെഗ്മെന്റ് ടൂൾ വെച്ച് നമ്മൾ ഡ്രോ ചെയ്തു. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. എഫിനും എക്കും വേണ്ടി ഇൻപുട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? സ്ലൈഡർ ടൂളിൽ നിന്ന് ഇൻപുട്ട് ബോക്സ് എടുക്കുക, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം നമുക്ക് എഫിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. എഫ് എന്നടിക്കുക, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എഫ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ഇൻപുട്ട് ബോക്സ് വന്നു. അടുത്ത വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻപുട്ട് ബോക്സിന്റെ കമാൻഡ് അവിടെ റൺ ആണ്. സോ ഓൾറെഡി ക്ലിക്ക് ചെയ്താൽ മതി, ഇൻപുട്ട് ബോക്സ് വരും. എ ക്ലിക്ക് ചെയ്യുക, സ്ലൈഡറിന് വേണ്ടിയല്ലേ എ ആയിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ, അത് രണ്ടും ചെയ്ത ശേഷം നമ്മുടെ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. 3 മാർക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞു. 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു മക്കളെ. സോ ഇതിൻ്റെ ആൻസർ ഷീറ്റിൽ എങ്ങനെ എഴുതേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക, ആപ്ലെറ്റ് ക്രിയേറ്റഡ്. മക്കളെ കണ്ടല്ലോ, ആപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് മാത്രം അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആൻസർ കീ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഫസ്റ്റ് അത് തന്നെ കഴിഞ്ഞു. സെക്കൻഡ് മക്കളെ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് യൂസിങ് എബവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 1.2 സ്ക്വയർ കണ്ടുപിടിക്കുക. എടാ എളുപ്പമാടാ, 1.2 സ്ക്വയർ കണ്ടുപിടിക്കുക. നോക്കി എന്ത് എളുപ്പം. കാരണം ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയർ 1 സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാനായിട്ട് ഈ ബിയുടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നെയിം ആൻഡ് വാല്യൂ ഒന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ ഇത് ഇവിടെ കിട്ടും നമുക്ക്. എടാ മക്കളെ, ഇത് 1 സ്ക്വയർ ഞാൻ 2 അടിച്ചു നോക്കട്ടെ, അതെ കാണിച്ചു തരാം. 2 ഇവിടെ ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എൻ്റർ, 2 സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ മക്കൾ, ഇവിടെ എന്താണ് ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. 2 എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തും തൊട്ടിപ്പുറത്തുള്ളത് അതിൻ്റെ സ്ക്വയറും. അപ്പോൾ 2 സ്ക്വയർ എത്രയാണ്? 4. അടുത്ത് 3 അടിച്ചു കൊടുത്താൽ എന്ത് വരും? 3 സ്ക്വയർ. 3 ചുമ്മാ 3 എന്ന് അടിച്ചു കൊടുത്താൽ 3 എന്ന് എൻ്റർ അടിക്കുക. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. ദേ അതോടെ വന്നിട്ടുണ്ട്. 3 സ്ക്വയർ 9. കണ്ടല്ലോ, ഇവിടെ 3 ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് 9. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1.2 സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. സോ കാൽക്കുലേറ്റർ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ 1.2 അടിച്ചു കൊടുക്കുക. 1.2 ചുമ്മാ 1.2 അടിക്കുക, എൻ്റർ അടിക്കുക, അവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, 1.2 സ്ക്വയർ എത്രയാടാ? 1.44. ചുമ്മാ അങ്ങ് എഴുതി വെച്ചോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ടിക്കറ്റ് തരുന്ന പരിപാടി ഇവിടെ ഇല്ല. എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻ ആക്കി തരുന്ന ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ 1.2 സ്ക്വയർ എത്ര കിട്ടിയ മക്കളെ? 1.44 ആണ്. അതെങ്ങനെ നമ്മൾ ആൻസർ കീയിൽ എഴുതും? പുട്ട് മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോടാ? മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യൂസിങ് എബോ ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ എന്താണ്? പുട്ട് എ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. 1.2 സ്ക്വയർ എത്രയാണ്? 1.44 എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി, ആൻസർ കഴിഞ്ഞു. ഇത് മെത്തേഡ് എഴുതാൻ പറയുകയാണെങ്കിൽ മാത്രം പുട്ട് എ ഈസ് ഈക്വൽ ടു 1.2 എന്നിട്ട് അങ്ങനെയുള്ള കാര്യം എഴുതിയാൽ മതി. നിങ്ങൾ ഡയറക്റ്റ് 1.2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.44 എന്ന് എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് എബോ ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 4.2 റൂട്ട് 4.2. അപ്പോൾ ഈ ആപ്ലെറ്റ് തന്നെ വെച്ച് നമുക്ക് റൂട്ട് 4.2 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ എക്സ് സ്ക്വയർ അല്ലേ കിടക്കുന്നത്, അതിനെ റൂട്ട് എക്സ് ആക്കി മാറ്റണം അല്ലേ, എങ്കിലല്ലേ റൂട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ 2 അടിച്ചു കൊടുത്താൽ 2 സ്ക്വയർ വരും, 4 അടിച്ചു കൊടുത്താൽ 4 സ്ക്വയർ വരും, 5 അടിച്ചു കൊടുത്താൽ 5 സ്ക്വയർ വരും. കാരണം എന്താ? ഇവിടെ എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് റൂട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് എക്സ് അടിക്കണം. അപ്പോൾ റൂട്ട് എക്സ് അടിക്കണമെങ്കിൽ നമുക്കിത് SQRT എന്ന രീതിയിൽ വേണം ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. SQRT ഓഫ് എക്സ് എൻ്റർ അടിച്ചു. കണ്ടല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വന്നു. കണ്ടല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വന്നു. സംശയം ഉണ്ടെങ്കിൽ നമുക്കറിയാം 4ന്റെ റൂട്ട് എത്രയാടാ? 2 ആണല്ലേ. സംശയം ഉണ്ടെങ്കിൽ 4 അടിച്ചു നോക്കിയേ, എൻ്റർ. അതിങ്ങോട്ട് മാറ്റി വെക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4ന്റെ റൂട്ട് എത്രയാടാ? 2. കണ്ടല്ലോടാ, 4 ഇപ്പുറത്ത് 2. ഇനി 9ന്റെ റൂട്ട് നോക്കാം. 9 അടിച്ചു, എൻ്റർ അടിച്ചു. 9ന്റെ റൂട്ട് 3 ആണ്, അതിവിടെ വന്ന് കാണും. കണ്ടല്ലോ, 9ന്റെ റൂട്ട് 3. കണ്ടല്ലോ, അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൂട്ട് 4.2 ആണ്. എടാ മക്കളെ, സിമ്പിളായിട്ട് ഇവിടെ 4.2 അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ. 4.2 എൻ്റർ അടിക്കുക. 4.2ന്റെ റൂട്ട് 2. കണ്ടല്ലോ, കാണാലോടാ മക്കളെ, 2.05. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ബിയുടെ വൈ കോർഡിനേറ്റ് 2.05. സിമ്പിൾ ആൻസർ. സോ നമുക്ക് ആൻസർ കീ എടുത്ത് എങ്ങനെ എഴുതും? പുട്ട് 4.2 അടിക്കുക. ഇൻപുട്ട് ബോക്സിൽ റൂട്ട് 4.2 2.05 എത്ര കിട്ടി? 2.05. കണ്ടല്ലോടാ, ഫംഗ്ഷൻ മാറ്റി കൊടുക്കാതെ പരിപാടി മാത്രം ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
അടുത്ത് യൂസിങ് എബോ ആപ്ലെറ്റ് ആൻസർ ദി ഫോളോയിങ്. ഈ മെത്തേഡ് വെച്ച് തന്നെ ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 2.1 കണ്ടുപിടിക്കാൻ. എടാ മക്കളെ എങ്ങനെയാടാ മക്കളെ? എടാ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റൂട്ട് എക്സ് അടിച്ചു, സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ അടിച്ചു, എക്സ് ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സ് ക്യൂബ് അടിക്കും, സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സൈൻ എക്സ് അടിക്കണ്ടേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് എക്സിന് പകരം നമ്മൾ സൈൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ എക്സ് എൻ്റർ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് അവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് എന്താണ് വേണ്ടത്? സൈൻ 2.1 അല്ലേടാ വേണ്ടത്. അപ്പൊ സൈൻ എക്സ് വന്നു കഴിഞ്ഞു. എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 2.1 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അതെ, സൈൻ 2.1 ഇവിടെ വന്നു കഴിഞ്ഞു. മക്കളെ നോക്കിക്കടാ, 2.1ന്റെ സൈൻ വാല്യൂ എത്രയാടാ? 0.86. ഇവിടെ നോക്കിയാലും മതി, 0.86. ആൻസർ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. മെത്തേഡ് ചോദിച്ചിട്ടുണ്ടോടാ? മെത്തേഡ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, റൈറ്റ് ദ മെത്തേഡ്. കണ്ടല്ലോ, മെത്തേഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഫ് ഓഫ് എക്സ് മാറ്റി സൈൻ എക്സ് ആക്കിയെന്നും അതിന് പകരം എക്ക് പകരം നമ്മൾ എന്തടിച്ചു കൊടുത്തു? 2.1 ടൈപ്പ് ചെയ്ത് കൊടുത്തെന്നും ഒക്കെ എഴുതിയാൽ മതി. അതാണ് പരിപാടി. ദേ പുട്ട് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ സൈൻ എക്സ് എന്ന് കൊടുത്തു. ഇൻപുട്ട് ബോക്സിൽ നമ്മൾ സൈൻ എക്സ് കൊടുത്തു. ഓക്കെ, എ എന്ന് പറയുന്നത് 2.1 ആക്കി കൊടുത്തു. അതൊന്നും കൂടുതലൊന്നും എഴുതാൻ, ഇത്ര എഴുതിയാൽ മതി. പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് പുട്ട് എ ഇസ് ഈക്വൽ ടു 2.1. അതല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, ദെൻ വൈ കോർഡിനേറ്റ് ഓഫ് ബി. കണ്ടല്ലോടാ, ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ്റെ വാല്യൂ. അതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ് അങ്ങനെ എഴുതാൻ പറയുന്നത്. ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ്റെ വാല്യൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, അതൊന്നും കുഴപ്പമൊന്നുമില്ലടാ കേട്ടോ. therefore sin 2.1 എന്ന് പറയുമ്പോൾ 0.86. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വാല്യൂ ഓഫ് ഫംഗ്ഷൻ്റെ Q1AA എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡായിരുന്നു. സോ ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോ വരും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ വാല്യൂ ഫംഗ്ഷൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലാബ് ചെയ്യാം. എന്ത് വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റ്യന് തന്നെ 3ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ 3 ചെയ്യണോ അതോ മക്കളെ എല്ലാ ലാബിൻ്റെയും ഓരോന്ന് ചെയ്താൽ മതിയോ? നിങ്ങൾ പറയണം കേട്ടോ. എത്രയും പെട്ടെന്ന് പറയണം, അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബ് ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.